ഹായ്. ഡേവിഡ് പെറിയുടെ ഗെയിം ഓഫ് സെയിൽസ് എന്നുള്ളൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞിട്ടില്ല, ഏകദേശം 88 പേജസ് വായിച്ചു കഴിഞ്ഞു. ഇതിൽ ഡേവിഡ് പെറി എന്ന മനുഷ്യൻ്റെ ലൈഫിൽ സെയിൽസ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ എങ്ങനെയാണ് പ്ലേ ചെയ്തിരിക്കുന്നത്, ആ പ്രൊഫഷൻ എങ്ങനെ ഇവോൾവ് ആയി എന്നുള്ളൊരു കൈൻഡ് ബയോഗ്രഫി എന്ന് വിളിക്കാൻ പറ്റുന്ന, എന്നാൽ അത് സെയിൽസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നൊരു സ്റ്റോറിയാണ്. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വേറൊരു പോയിന്റ് ഓർമ്മ വന്നത്. ഇപ്പം ഓൾമോസ്റ്റ് സെയിൽസ് എന്ന് പറയുന്ന പ്രൊഫഷനിൽ 4 വർഷമായിട്ട് ഞാനും ഉണ്ട്. ഒരു കമ്പനീൻ്റെ റീസെൻറ്റ് സ്റ്റാർട്ടപ്പ് ഇപ്പോൾ ഏകദേശം 14 മാസം കംപ്ലീറ്റ് ആവുന്നു. എൻ്റെ കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഒരു വൺ ഇയർ മുമ്പ് തന്നെ നമ്മൾ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യണത്. എനിക്കൊരു ക്ലയൻറ്റ് വരുന്നു, ഇക്കോമിൻ്റെ ക്ലയൻറ്റാണ്. ആൾക്കൊരു ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ലിസ്റ്റിംഗ് ഉണ്ട്. പുള്ളിക്ക് അതൊരു സ്വന്തമായിട്ട് വെബ്സൈറ്റിലോട്ട് സെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനായിരുന്നു നമ്മുടെ അടുത്തുണ്ടായിരുന്നത്. ആൾ ഭയങ്കര സ്മാർട്ടായിരുന്നു. ആൾക്കൊരു ചെറിയ ടീമെല്ലാം ഉണ്ട്. നമ്മൾ ഇ കൊമേഴ്സ് ഷോപ്പിഫൈയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇ-കോം വെബ്സൈറ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആൾ നമ്മളോട് പിന്നീട് അങ്ങോട്ട് ഇ-കോം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു വിങ്ങിലോട്ട് വരാൻ വേണ്ടിയിട്ട് ആൾ നമ്മളോട് പല സ്ട്രാറ്റജിയും ചോദിക്കുന്നു, പലതവണ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നു, ഒരുപാട് ഡൗട്ട് ചോദിക്കുന്നു. നമ്മൾ ഈ മീറ്റിങ്ങുകളെല്ലാം സെയിൽസ് മീറ്റിങ്ങിന് പകരം എന്താ പറയുക, ഒരു എഡ്യൂക്കേഷൻ, ക്ലാസ്സസ് ആയി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സ്ട്രാറ്റജീസ് എല്ലാം എഴുതി വാങ്ങി പുള്ളിയുടെ പ്രൈസും കാര്യങ്ങളെല്ലാം നോക്കി ഒരു എൻഡ് ടു എൻഡ് ഒരു 6 മന്തിൻ്റെ ഗ്രോത്ത് പ്ലാൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ ഓരോ കോൺവെർസേഷൻ കഴിയുന്തോറും ടെക്നിക്കൽ ടീമിനെ കൊണ്ടുവരുന്നുണ്ട്, വേറെ ടീമുകൾ ഇൻവോൾവ് ആവുന്നുണ്ട്. പുള്ളിക്ക് ഒരു കംപ്ലീറ്റ് നോളജ് ട്രാൻസ്ഫർ. എനിക്ക് തോന്നുന്നു ഒരു 6-7 മീറ്റിങ്ങിലായിട്ട് പുള്ളിനെ നമ്മൾ ഈക്കും പഠിപ്പിക്കുകയായിരുന്നു. എങ്ങനെയാണ് വെബ്സൈറ്റിൽ സെല് ചെയ്യേണ്ടത്, ഏതൊക്കെ ആഡ് കോപ്പീസാണ് വർക്ക് ആവുന്നത്, ഏതൊക്കെ അങ്ങനെ ഒരുവിധം ആൾക്ക് വേണ്ട നോളജും സ്ട്രാറ്റജിയും പുള്ളി മനസ്സിലാക്കിയ ശേഷം നമ്മളെ പതിയെ ഒഴിവാക്കുമായിരുന്നു. അപ്പോഴേക്കും ഒരുപാട് ടൈം, മണി, ഇതെല്ലാം നമ്മുടെ റിസർച്ച് ടൈം, കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറയുന്ന രീതിയിൽ ഒത്തിരി ഒരു നോർമൽ സെയിൽസിന് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ടൈം പീരീഡ് പുള്ളിക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അതിൻ്റെ ഒരു അടി എനിക്ക് മനസ്സിലായത്. അതായത് പുള്ളി നമ്മുടെ സ്ട്രാറ്റജീസും നമ്മുടെ നോളജും നമ്മുടെ എക്സ്പീരിയൻസും പഠിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളി വീണ്ടും നമ്മുടെ സെയിൽ ക്ലോസ് ആയില്ല, പുള്ളി അത് കട്ട് ചെയ്യുന്നു, പോകുന്നു. പുള്ളിയുടെ തോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നാൽ നമ്മുടെ നിന്നുള്ള ഡാറ്റ എല്ലാം പഠിച്ച് നമ്മുടെ സ്ട്രാറ്റജീസ് എല്ലാം എടുത്ത് പുള്ളിയുടെ ടീമിനെയും കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരം. ഇതെനിക്കൊരു അടി പറ്റിയാണ്. അപ്പോഴേക്കും നമ്മൾ ആ സമയത്ത് എനിക്ക് വേണമെങ്കിൽ വേറെ ക്ലയൻറ്റിനെ ക്ലോസ് ചെയ്യായിരുന്നു, വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇൻവോൾവ് ആവാമായിരുന്നു. കാരണം പ്രത്യേകിച്ച് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർ 6 ആണ്ടിക്ക് നമ്മളൊരു ടൈം കൊടുക്കണം. അത് നമ്മൾ നോർമലി സെയിൽസ് ചെയ്യുന്ന പോലെ നമ്മൾ പോകുന്നു, ഇന്നാണ് സർവീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പലപ്പോഴും കൺവിൻസ് ചെയ്യാൻ പറ്റാറില്ല. എൻ്റെ ഒരു വേ ഓഫ് ഡൂയിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ സ്റ്റഡി നടത്തി, പ്രോപ്പർ കോമ്പറ്റീറ്റർ അനാലിസിസ് എല്ലാം ചെയ്ത ശേഷം ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയും അതിൻ്റെ ഒരു ഏകദേശം ഫുൾ സ്ട്രാറ്റജീൻ്റെ എക്സിക്യൂഷൻ പ്ലാൻ വരെ എടുത്തിട്ടായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ അതിൽ ഒരു 6 ആണ്ട് റിസർച്ചിന് വേണ്ടി തന്നെ നമ്മളൊരു എനോർമസ് എമൗണ്ട് ഓഫ് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. അതിനുശേഷമാണ് എൻ്റെ ലേണിംഗ് ഞാൻ പഠിച്ചത്. കംപ്ലീറ്റ് നോളജ് ട്രാൻസ്ഫർ ശരിക്കും ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത് ഇത്രയും വലിയൊരു എക്സിക്യൂഷൻ പ്ലാനും ടൈമും എടുത്തിട്ട് ക്ലയൻറ്റിനെ ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു എഡ്യൂക്കേഷൻ ക്ലാസ് അല്ലല്ലോ നമ്മൾ നടത്തുന്നത്. നമ്മൾ സർവീസ് പിച്ച് ചെയ്യുന്നു. ഈ സർവീസ് നമ്മുടെ ഏകദേശം ഒരു സ്ട്രാറ്റജിയുടെ ഐഡിയ പിച്ച് ചെയ്യുന്നു. നമ്മൾ മുമ്പ് ചെയ്ത പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോ ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു. ഇത്രയേ വേണ്ടുള്ളൂ. അതിനുശേഷം ഞാൻ പഠിച്ചൊരു പാഠമാണ്, വലിയൊരു ലേണിംഗ് ആയിരുന്നു. ക്ലയൻറ്റിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല. ഇനി ക്ലയൻറ്റിന് അങ്ങനെ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ നമുക്കൊരു ക്ലാസ് പ്രത്യേകം സെറ്റപ്പ് ചെയ്ത് അതിനൊരു എമൗണ്ട് ചാർജ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രെയിനിങ് സെഷൻ പോലെ കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിലോട്ട് എത്തി. ഇതെൻ്റെ സെയിൽസ് ലൈഫിലെ എനിക്ക് കിട്ടിയ വേറൊരു അടിയാണ്, ഒരു ലേണിംഗ് ആണ്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി 1 ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം അറിയായിരുന്നു. സ്ട്രാറ്റജി ഉള്ളതുകൊണ്ട് മാത്രം, നമുക്ക് ആ നോളജ് ഉള്ളതുകൊണ്ട് മാത്രം ഒരു എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ടീം വേണം, അതിന് വേണ്ടിയുള്ള ടീം വേണം. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് ആ സ്ട്രാറ്റജി കയ്യിലുണ്ടായിട്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടും ഒരു ടൈമിനെ ഫുള്ളും കിട്ടിയില്ല. ബട്ട് സംഭവം നമുക്ക് അങ്ങനെ ഫുള്ള് നെഗറ്റീവ് പറയാൻ പറ്റില്ല. നമ്മൾ കൊടുത്ത സ്ട്രാറ്റജിയും കുറേ കാര്യം വെച്ചിട്ട് കുറേ സെയിൽ ഫുള്ള് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സന്തോഷം നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നതിൽ. ബട്ട് അഗൈൻ പുള്ളി വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അങ്ങനെയാണ്
സെയിൽസിലെ വേറൊരു പാഠം ആണ്. സെയിൽസ് പീപ്പിൾസ് മസ്റ്റായിട്ട് റീഡ് ചെയ്യേണ്ട ഒരു പുസ്തകമാണ്. സെയിൽസിനെ ഹേറ്റ് ചെയ്യേണ്ട ആൾക്കാരും അല്ലെങ്കിൽ ഒരു സെയിൽസ് ജോബിനെ പുച്ഛത്തോടെ നോക്കുന്ന ആൾക്കാരും മസ്റ്റായിട്ട് വായിക്കേണ്ട, രണ്ടുപേർക്ക് ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഞാൻ ഇപ്പോൾ അറൗണ്ട് 88 പേജസ് ആയി, കുറച്ച് പേജസും കൂടെ വായിച്ച് തീരാനുണ്ട്. ബട്ട് സ്റ്റാർട്ടഡ് ലവിങ് ദിസ്. ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ട് അതിൽ. സെയിൽസ് ഇസ് ലൈക്ക് പുള്ളി പറയുന്നത് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൻ്റെ ഫോമിലാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പ്രൊഫഷൻ അല്ല, പാർട്ട് ഓഫ് ക്യാരക്ടർ ആണെന്നുള്ള രീതിയിലാണ്. യാ, ദാറ്റ്സ് ഇറ്റ്. അതാണ് ഒരു എക്സ്പീരിയൻസ്. സോ താങ്ക് യു. നമുക്ക് വീണ്ടും പുതിയ മണ്ടത്തരങ്ങൾ പറ്റുന്ന സമയത്ത് ലേണിംഗ് ഷെയർ ചെയ്യാൻ ഞാൻ വരാം. ബൈ.